ഇരുട്ടിന്റെ മറവിൽ RSSന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങി PMC കേരളത്തിൽ നടപ്പിലാക്കാൻ ഒപ്പിട്ട അതേ അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ ചൂണ്ടി പറയുകയാണ് PMC നടപ്പിലാക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോ PMCയിലെ 4 വിരലും നിങ്ങളുടെ നേരെ നിൽക്കുകയാണ്. നിങ്ങൾ ഓർത്തോളണം. ഇനി കഴിഞ്ഞ നാളുകളിൽ ഈ സർക്കാർ വന്നതിന് ശേഷം 2 ആരോപണങ്ങളാണ് അല്ലെങ്കിൽ 2 വിമർശനങ്ങളാണ് കട്ടിയായി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വന്നത്. അതെന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, അതിനൊന്ന് ലീഡ് ചെയ്തത് ബഹുമാനായ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ ലളിതമായി പറയാൻ, PMC പദ്ധതി UDFന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് വരികയാണ്, അതിനെതിരെ സമരം ചെയ്യുമെന്ന് പറയാം. ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾക്ക് ഈ വിഷയം പറയാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? കാരണം നമുക്കറിയാം, RSSന്റെ പ്രഖ്യാപിതമായ അജണ്ടയാണ് ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ക്യാച്ച് ദം യങ് എന്ന് പറഞ്ഞ മാതിരി മനസ്സുറയ്ക്കുന്നതിന് മുമ്പ്, മസ്തിഷ്കം ഉറയ്ക്കുന്നതിന് മുമ്പ് കുട്ടികളിലേക്ക് മതചിന്ത കടത്തിവിട്ട് അവരെ നമുക്ക് ഒരു കാലത്തും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ രാജ്യത്തെ മാറ്റാൻ ആഗ്രഹിക്കുന്ന RSSന്റെ പെറ്റ് പ്രോജക്റ്റ് ആയിരുന്നു സർ PMC എന്ന് പറയുന്നത്. നിങ്ങളിരുന്ന ക്യാബിനറ്റിൽ വന്നപ്പോ നിങ്ങളുടെ സഹപ്രവർത്തകർ തന്നെ നിങ്ങളോട് ചൂണ്ടിക്കാണിച്ചതല്ലേ, ഇത് ചെയ്യരുത്, ഇതരുത്, ഇത് അപകടമാണ്, ഇത് അബദ്ധമാണ്, അല്ലെങ്കിൽ ഇത് ഈ സംസ്ഥാനത്തിന്റെ മതേതര സ്വഭാവം തകർക്കുമെന്ന് പറഞ്ഞു. ഒരു വട്ടം മാറ്റിവെച്ചു, 2 വട്ടം മാറ്റിവെച്ചു, 3ാമത്തെ വട്ടം മാറ്റിവെച്ചു. കേക്ക്, വെയിറ്റ്, റിലാക്സ്, ഐ വിൽ ഈൽഡ് കുഴപ്പമില്ല. എന്നിട്ട് ചെവി അറിയാതെ ഇരുട്ടിന്റെ മറവിൽ RSSന്റെ താൽപര്യങ്ങൾക്ക് വഴങ്ങി PMC കേരളത്തിൽ നടപ്പിലാക്കാൻ ഒപ്പിട്ട അതേ അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ ചൂണ്ടി പറയുകയാണ് PMC നടപ്പിലാക്കുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു വിരൽ ഞങ്ങളുടെ നേരെ ചൂണ്ടുമ്പോ PMCയിലെ 4 വിരലും നിങ്ങളുടെ നേരെ നിൽക്കുകയാണ്. നിങ്ങൾ ഓർത്തോളണം. ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കുറിച്ച് അല്ലെങ്കിൽ CPMനെ കുറിച്ച് പ്ലീസ് റിലാക്സ്. ഇപ്പൊ സമയമായില്ലോ, ഇപ്പൊ തുടങ്ങിയല്ലോ ഉള്ളൂ, സമയം തരാണ്. നിങ്ങൾക്കും പറയാനുള്ള അവസരമുണ്ടല്ലോ, നിങ്ങൾക്കും പറയാനുള്ള. ഈ കേരളത്തിലേക്ക് ആദ്യമായി RSS അജണ്ട കൊണ്ടുവന്ന ആരാണ് സർ? ആദ്യമായി കൊണ്ടുവന്ന ആരാണ്? ഇരുട്ടത്ത് പോയി PMC ഒപ്പിട്ട കോൺഗ്രസ്. ഇരുട്ടത്ത് പോയി ആരും അറിയാതെ, ഇവിടെ ഇരിക്കുന്ന കൂടെ ഇരിക്കുന്ന മന്ത്രിമാരറിയാതെ, മന്ത്രിസഭ അറിയാതെ ആരാണ്? ഇന്ന് നിങ്ങളൊക്കെ PMCയുടെ ഞാൻ പറയാം, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. ശാന്തമായി ചോദിച്ചാൽ മതി, ഞാൻ മറുപടി പറയാം. ഞാൻ പറയുന്നത്, എന്നിട്ട് മുന്നണിക്കകത്ത് തന്നെ തർക്കം ഉണ്ടായി നിഷേധിക്കാൻ പറ്റുമോ? എന്നിട്ട് PMC പദ്ധതിയെ കുറിച്ച് ഇപ്പൊ ഞങ്ങളെ വിമർശിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഇത്രയും കാലം ദീർഘകാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മതേതര പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ, അദ്ദേഹത്തിന് ഇതിന്റെ അപകടം അറിയില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് ഇതിന്റെ ആഴം അറിയില്ലാഞ്ഞിട്ടാണോ? അദ്ദേഹത്തിന് PMC എന്ന പദ്ധതി കൊണ്ട് ഈ നാടിനുണ്ടാകാൻ പോകുന്ന തകർച്ച അറിയില്ലാഞ്ഞിട്ടാണോ?